ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർമോം സീരീസിൽ നിന്ന് ഫെബിയാണ്. അപ്പോൾ വീണ്ടും ഒരു ക്രോക്കറി വീഡിയോ ആണ്. റീസെൻ്റ്ലി ചെയ്ത 2 വീഡിയോ അതിനുശേഷം വരുന്ന എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തുടരെയായിട്ട് ഞാൻ ക്രോക്കറി വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റ് എനിക്ക് അവർക്ക് നാട്ടിലേക്ക് പിന്നെ കുറച്ച് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാൻ പോയപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. രണ്ടാമത്തെ വീഡിയോ ഇതാണ്. റീസെൻ്റ്ലി ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. മാത്രമല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൂടി തരാമെന്ന് വിചാരിച്ചു. 2 പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടിയുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ക്ലയൻറ്റ്, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്ലയൻറ്റ്, അവരുടെ കുറച്ച് ഷോപ്പിംഗ് ഡീറ്റെയിൽസ് ആണ്. ഞങ്ങളിതാ ഹോം സെൻറ്ററിൽ വന്നിട്ടുള്ളത്. ഇത് ഒറ്റൊരാളുടെ ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തത്. ഇങ്ങനെ പലരുമായിട്ട് വന്നിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടിയിട്ട് ഒന്നിച്ചൊരു കാർഗോ ആയിട്ട് അയക്കണം. ഇവർക്ക് പിന്നെ ഏകദേശം 30 kg തന്നെ ഉണ്ടാവും ഐറ്റംസ്. അതുകൊണ്ട് ഒന്നിച്ച് അവർക്ക് ഡയറക്റ്റ് അയക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ മുൻപ് ചെയ്തൊരു വീഡിയോന്ന് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിന്നർ സെറ്റ്. ആ ഒരു ഡിന്നർ സെറ്റാണ് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. ഡിന്നർ സെറ്റ് ഇതാണ്. 32 പീസസ് വരുന്ന ഒരു ഡിന്നർ സെറ്റാണിത്. 6 സെർവിങ്സ് ആണ്. നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് അതിലേക്ക് വരുന്നത്. ഒരു നേവി ബ്ലൂ ആൻഡ് ഫ്ലോറൽ കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. പിന്നെ അവർ റിക്വയർമെൻറ്റ് പറഞ്ഞത് ഈ ഒരു ഗോൾഡൻ കട്ട്ലറി സെറ്റാണ്. അങ്ങനെ ഒരു കുറച്ച് ഐറ്റംസ് കാണിച്ചു കൊടുത്തിട്ട് അവർ ചൂസ് ചെയ്തത് ഇതിൽ നിന്നാണ്. 96 dirhams ആണ് ഓഫർ പ്രൈസ് വരുന്നത്. അതിൽ ഫോർക്കും സ്പൂൺ പിന്നെ നമ്മുടെ നൈഫ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഒരു സ്റ്റാൻഡിലാണ് ആ ഒരു സെറ്റ് വരുന്നത്, ഗോൾഡൻ സ്റ്റാൻഡ് തന്നെ. ഒരു ക്ലയൻറ്റ് ഓസ്ട്രേലിയനാണ്. അപ്പം അവർക്ക് അവിടുന്ന് സാധനങ്ങൾ ഐറ്റംസ് എല്ലാം കിട്ടും. പക്ഷേ കാർഗോ അയക്കൽ വലിയ ടാസ്ക്കാണ്, നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. ഒരു കളക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് വന്നു. പലരുമായിട്ട് ഈ ഒരു ഐറ്റംസ് പിന്നെ സിംഗിൾസും അതുപോലെ ഡിന്നർ സെറ്റായിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു ഇത്. അതായത് ഓരോ പ്രൈസും ഓരോ ഡിന്നർ സെറ്റ് ആക്കി മാറ്റുമ്പോൾ എത്ര എമൗണ്ട് വരാമെന്ന് കാണിച്ചും കൊണ്ട് അവർക്ക് ഒന്ന് പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലയൻറ്റ് ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു പ്ലേറ്റ്സ് ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഈ ടൈപ്പ് ഓഫ് മാറ്റ്സ്, വുഡൻ മാറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ തന്നെ ക്ലോത്തിൻ്റെ മോഡലും വേണം, അവർക്ക് സിലിക്കൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഓരോന്നായിട്ട് ചൂസ് ചെയ്തു. പ്രൈസ് നിങ്ങൾക്ക് ഇതാ ഇതിൽ വീഡിയോയിൽ കാണാം. ഹാൻഡ് ഗ്ലൗസും അവർ റിക്വയർമെൻറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 2 പെയറോ അങ്ങനെ എന്തോ ഞാൻ എടുത്തെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടി. ഇതാ ഈ 2 ഐറ്റംസാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു ബൗൾ സെറ്റ്, കണ്ടെയ്നർ സെറ്റ്, അതും അവരുടെ ലിസ്റ്റിലുണ്ടായതായിരുന്നു. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഗ്ലൗസും അതുപോലെ പ്ലേസ് മാറ്റും ടവലും എല്ലാം പിന്നെ ഒരു സെറ്റിൽ ഫുള്ളായിട്ട് വരുന്നതാണ്. ആ ഒരു സെറ്റും എടുത്തു. പിന്നെ അവർ റിക്വയർമെൻറ്റ് ഈ ഒരു പ്ലേസ് മാറ്റ്സിനായിരുന്നു. പ്ലേസ് മാറ്റ് 2 ടൈപ്പ് ഓഫ് പ്ലേസ് മാറ്റാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ഒരെണ്ണം ചൂസ് ചെയ്തതാണ്. അവർ പിന്നെ നേരത്തെ കണ്ട ആ ഒരു ഡിന്നർ സെറ്റിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് മാറ്റ് എടുത്തു. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു പ്ലേസ് മാറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇത് പിന്നെ പ്രൈസ് ഞങ്ങൾക്ക് എത്രയാണെന്നുള്ളത് പറയാം. നേരത്തെ കാണിച്ച ആ ഒരു പിങ്ക് സെറ്റിന് അത് 4 in 1 ആണ്. ഒരു സെറ്റിൽ 4 പീസാണ് വരുന്നത്. ടോട്ടൽ എമൗണ്ട് 21 dirhams ആണ് അതിന് വരുന്നത്. പിന്നെ ഈ ഒരു മാറ്റിനാണെങ്കിൽ സിംഗിൾസ് 7 dirhams വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് പിന്നെ ഓർഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. അതിൽ നിന്ന് 5 or 6 പീസസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അങ്ങനെ അന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. ഈ ഒരു ക്ലയൻറ്റും ഞാൻ പോയ ടൈമിൽ ഓൺലൈനിൽ വന്നു. അവർ എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ ചൂസ് ചെയ്തു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഏകദേശം നമുക്ക് അവിടെ 1 hour സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചായിരുന്നു അന്നത്തെ ദിവസം ഇറങ്ങിയത്. വേറെയും എവിടെയൊക്കെയോ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യങ്ങളും നടത്തിയത്. ഇനായും സാറിയും സാനും പിന്നെ ഞാനുമായിരുന്നു അന്നത്തെ ദിവസം പോയത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അന്നത്തെ പർച്ചേസ് കഴിഞ്ഞു.
വേറൊരു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഞാൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സെയിം ക്ലയൻറ്റ്സ് അവർക്ക് ഇനിയും വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എന്നോട് തന്നെ പർച്ചേസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. ഒരുവിധം എല്ലാം അവരുടെ വീട്ടിലേക്ക് അവർക്ക് അവിടെ എത്തിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവർക്ക് അതേ ലെവലിലുള്ള ഐറ്റംസ് തന്നെ ഇനിയും വേണം, ബാക്കിയുള്ള പ്രോഡക്ട്സും ഇവിടെ തന്നെ വേണം എന്നുള്ള ഉദ്ദേശത്തിൽ വീണ്ടും നല്ലൊരു ഓർഡർ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നെക്സ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ ഒരു പ്രോഡക്റ്റ്, അതിൻ്റെ അൺബോക്സിങ് ആണ്. പ്രോഡക്റ്റ് ഇതാണ്. അതായത് ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ സെറ്റാണ്. അതായത് കാസ്റ്റ് ആൻഡ് പോട്ട്സിൻ്റെ സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസ്റ്റ് ആൻഡ് പോട്ട്സ്. എൻ്റെ അടുത്ത് 3-4 കുക്കിംഗ് പോട്ട്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഫുൾ സെറ്റ് നല്ലൊരു കളർ കണ്ടപ്പോൾ എനിക്കത് വാങ്ങണമെന്ന് കുറച്ചായി ഞാൻ ആഗ്രഹിച്ച് നിന്നിട്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല അതിൻ്റെ റിവ്യൂ കൂടി പറയാം. പിന്നെ ചെറിയൊരു കമ്പാരിസൺ ഉണ്ട്. വേറൊരു ടച്ച് ഓവൻ പോട്ടുമായിട്ടൊരു കമ്പാരിസൺ കൂടി ഞാൻ നടത്തുന്നുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിലേക്ക് കയറിയിട്ട് നോക്കാം. ഇതെനിക്ക് തോന്നുന്നു ഈ സെയിം കളർ ഇപ്പം അവർ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും അവർക്ക് കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കിംഗ് പോട്ടിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. മാത്രമല്ല പ്രൈസ് ഡീറ്റെയിൽസും വീഡിയോൻ്റെ എൻഡിലായിട്ട് പറയാം കേട്ടോ. അതായത് ഇന്ത്യൻ റുപ്പീസും പറയാം, ദിർഹംസും പറയാം. എന്തായാലും മെൻഷൻ ചെയ്ത പ്രൈസിന് വളരെ വേർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു കുക്കിംഗ് പോട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ സേഫാണ്. ഇനാമൽ കോട്ടിങ്ങിലാണ് വരുന്നത്. ഉള്ളിലത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പോഴ്സ്ലിൻ്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഫ്രീസർ സേഫാണ്. റെഫ്രിജറേറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാം, വെക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, അതായത് നമുക്കിങ്ങനെയുള്ള ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് ഹീറ്റപ്പ് ആവും. മാത്രമല്ല ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഐറ്റംസൊക്കെ പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഗ്യാസ് അതായത് എനർജി സേവ് ചെയ്യാൻ പറ്റും. ഗ്യാസ് ആയാലും പിന്നെ അതുപോലെ ഇപ്പോൾ ഇൻഡക്ഷൻ ആണെങ്കിൽ കറണ്ട് ആയാലും എല്ലാം സേവ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും നമുക്ക് ഈ ടൈപ്പ് ഓഫ് പോട്ട്സ് എന്തുകൊണ്ടും നല്ലതാണ്. അതായത് നമ്മളിപ്പോൾ നോർമലായിട്ടൊരു ചട്ടിയിലൊക്കെ ഐറ്റംസ് കുക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അതേ ഒരു ഇതിൽ തന്നെയാണ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്താലും ഉണ്ടാകുന്നത്. അതായത് സേഫാണ്. നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ സേഫാണ്. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ടീൽ, പിന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ, പിന്നെ ഓറഞ്ച്, പിങ്ക്, ടൊക്കോയ്സ്, പിന്നെ സീ സോൾട്ട്, അങ്ങനെ 8 കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ടീൽ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കിൽ കയറിയിട്ട്, ഇവിടെ UAE ഉള്ളവർക്കാണെങ്കിൽ അതിൽ കയറി പർച്ചേസ് ചെയ്യാം. അതെല്ലാം നാട്ടിലുള്ളവർക്ക് ഇൻഷാല്ലാ എനിക്ക് എൻ്റെ അടുത്ത് ഓർഡർ തരുവാണെങ്കിൽ ഞാൻ എത്തിച്ചിരുന്നതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ടോട്ടൽ വെയിറ്റ് ഞാനിപ്പോൾ നോക്കിയിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഒന്നാമത് അൺബോക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇലക്ട്രിക് സ്റ്റൗവിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിഷ് വാഷർ സേഫും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഡിഷ് വാഷറിലിട്ടിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കുന്നതിലും കുഴപ്പമില്ല. ഇതിൻ്റെ സൈസസ്, അതായത് ലിറ്റേഴ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലൊക്കെ കിടക്കാം. ലിഡോട് കൂടിയിട്ടുള്ള 3 കുക്കിംഗ് പോട്ട്സാണ് വരുന്നത്. അത് ഓരോന്നും 1.7 ലിറ്റർ, പിന്നെ 2.7 ലിറ്റർ, പിന്നെ 3.9 ലിറ്റർ, ഇങ്ങനെ 3 കുക്കിംഗ് പോട്ട്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഒരു 24 സെൻറ്റിമീറ്റർ, അതായത് 1.4 ലിറ്ററിൻ്റെ ഒരു ഫ്രൈങ് പാനും കൂടിയുണ്ട്. ലിഡിൻ്റെ മുകളിലായിട്ട് ഒരു കോപ്പർ കളറിലുള്ള നോബാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു നോബാണ്. ഈ ഒരു കുക്ക് പോട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത്. എന്നിട്ട് ഇവിടെ കൈ കിട്ടിയതിന് ശേഷം ഞാനത് ഇഷ്ടമായില്ലെങ്കിൽ റിട്ടേൺ ആക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാങ്ങിയത്. അകത്തെ ഭാഗം ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിന് പ്രൈസ് വരുന്നത്
299 dirhams ഇൻക്ലൂഡിങ് ഡെലിവറി ചാർജ് ഏകദേശം 310 ആണ് എനിക്ക് വന്നിട്ടുണ്ടായത്. ഓക്കെ, അപ്പം ഇന്ത്യൻ റേറ്റ് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 7,000 സംതിങ് ആണ് വരാം. ബാങ്ക് റേറ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7,000 സംതിങ് ആണ് വരാൻ. 7,000-ൻ്റെയും 8,000-ൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു എമൗണ്ടിന് എന്തായാലും വേർത്താണ്. പക്ഷേ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സെറാമിക് കാസ്റ്റ് ആൻഡ് പോട്ട്സ് ആണ്. അപ്പം അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റിൻ്റെ ചാർജ് നമുക്കിപ്പം എക്സ്ട്രാ തന്നെ കാണേണ്ടി വരും. ബേസും സെറാമിക് ആണ്. അപ്പം നമുക്കിതൊരു ചെറിയൊരു കമ്പാരിസൺ ചെയ്യാം. ഞാൻ മുൻപ് തിങ്ക് കിച്ചൺ സ്റ്റോഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു സോസ് പാനും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുൻപ് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ളൊരു സോസ് പാനാണ്, ഹാൻഡിലോട് കൂടിയുള്ള സോസ് പാൻ. അപ്പം അതും ഇതും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാനത് ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഹാൻഡിലടക്കം 19 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സോസ് പാനാണ്. അപ്പം അതിൻ്റെ ലിഡിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിനും ലിഡോട് കൂടിയുള്ള സോസ് പാനാണ് കേട്ടോ. പിന്നെ നല്ല ഡെപ്തുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സോസ് പാനാണ്. തീരെ ചെറുതല്ല, വലിയതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള സോസ് പാൻ. അപ്പം ഇതിൻ്റെ മെറ്റീരിയലും ഞാനിപ്പോൾ വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയലും എക്സാക്ട്ലി സെയിം ആണെന്ന് തന്നെ എനിക്ക് പറയാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ടും ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. രണ്ടും നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. നോബ് കണ്ടില്ലേ, അതേ ഫിനിഷിങ്ങിലാണ് വരുന്നത്. അതിൻ്റെ ലിഡിൻ്റെ താഴത്തെ പോർഷനിലുള്ള ഈ ഡോട്ട്സ് ഒക്കെ സെയിം തന്നെ. വെയിറ്റ് നോക്കുകയാണെങ്കിൽ സെയിം കൈൻഡ് ഓഫ് വെയിറ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു സോസ് പാനിന് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 160 dirhams 159 dirhams അങ്ങനെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിംഗിൾ സോസ് പാനിന്. അതിൻ്റെ ഡബിൾ എമൗണ്ട് കൊടുത്ത സമയത്ത് നമുക്ക് 3 കുക്കിംഗ് പോട്ടും കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഒരു ഫ്രൈങ് പാനും. നല്ല വേർത്തായിട്ട് തോന്നി ആ ഒരു പ്രൈസിന്. അപ്പോൾ ഞാനിതാ രണ്ടും, അതായത് തിങ്ക് കിച്ചൺ സ്റ്റോഴ്സിലെ ആ ഒരു പാനും നമ്മുടെ ഇപ്പം വാങ്ങിയിട്ടുള്ള ആ ഒരു കുക്കിംഗ് പോട്ടിൻ്റെ സെറ്റും ഒന്നിച്ച് വെച്ചിട്ട് ഇതാ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നുള്ളത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ നാട്ടിലുള്ളവർക്കാണെങ്കിലാണ് പറയുന്നത്, വാട്സപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്തോ. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പ്ലീസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.